സെറോദയുടെ വെബ് പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്കൊരു ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്യാം എന്നുള്ളത് ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ ലിമിറ്റ് ഓർഡർ ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം സെറോദയുടെ വെബ് വേർഷനാണ്. നമ്മുടെ ഈ ഒരു പ്ലേലിസ്റ്റിലായിട്ട് വിവിധ തരത്തിലുള്ള ഓർഡർ ടൈപ്പുകൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സെറോദ ആപ്പ് സ്റ്റോക്സ് മറ്റു പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഓർഡർ ബൈ ചെയ്യാം, ഓർഡർ സെല്ല് ചെയ്യാം, എങ്ങനെ ലിമിറ്റ് ഓർഡർ വെക്കാം, സ്റ്റോപ്പ് ലോസ് ഓർഡർ കൊടുക്കാം, ഒരു ട്രേഡിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെങ്ങനെ ടാർഗറ്റ് ഓർഡർ കൊടുക്കാം, സ്റ്റോപ്പ് ലോസ് ഓർഡർ കൊടുക്കാം എന്നുള്ളതൊക്കെ ഈ ഒരു പ്ലേലിസ്റ്റിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ ഈ പ്ലേലിസ്റ്റിലെ മറ്റു വീഡിയോസുകളൊക്കെ കണ്ടിട്ട് അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കാം. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് സെറോദയുടെ വെബ് പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്യാം എന്നുള്ളതാണ്. അതിനു മുമ്പ് എന്താണ് ലിമിറ്റ് ഓർഡർ എന്ന് നമുക്ക് മനസ്സിലാക്കിയിരിക്കണം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മാർക്കറ്റ് ഓർഡർ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മളൊരു സ്റ്റോക്ക് ബൈയോ സെല്ലോ ചെയ്യുന്നത് കറന്റ് മാർക്കറ്റ് പ്രൈസിലായിരിക്കും. എന്താണോ ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ്, ആ പ്രൈസിലായിരിക്കും നമ്മൾ എൻ്റർ ചെയ്യുന്നത്. എന്നാൽ പലപ്പോഴും നമുക്ക് മാർക്കറ്റ് പ്രൈസിനേക്കാൾ കുറഞ്ഞ പ്രൈസിൽ ബൈ ചെയ്യാനുള്ള അവസരം നമുക്ക് ലിമിറ്റ് ഓർഡർ ഒരുക്കി തരുന്നുണ്ട്. എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ വാച്ച് ലിസ്റ്റിൽ നിന്ന് ഞാനൊരു സ്റ്റോക്ക് സെലക്ട് ചെയ്യാണ്, ONGC എന്ന് പറയുന്ന ഒരു സ്റ്റോക്ക്. അതിനെ ബൈ ചെയ്യാനായിട്ട് ഞാൻ വന്നിട്ടുണ്ട്. ബൈ ചെയ്യാനായിട്ട് വന്ന സമയത്ത് ഇതാ റെഗുലർ ഓർഡർ ഞാൻ ചൂസ് ചെയ്യുന്നു. എക്സ്ചേഞ്ച് ചൂസ് ചെയ്തിട്ടുള്ളത് NSE ആണ്. 233 രൂപ 58 പൈസയാണ് ഇപ്പോഴത്തെ ONGCയുടെ മാർക്കറ്റ് പ്രൈസ്. എന്നാൽ എനിക്ക് കുറച്ചും കൂടി ഒരു ബെറ്റർ പ്രൈസിൽ ബൈ ചെയ്യണം. 233 രൂപ 59 പൈസക്ക് ബൈ ചെയ്യാൻ താല്പര്യമില്ല. കുറച്ചും കൂടെ കുറഞ്ഞ പ്രൈസിൽ ബൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ലിമിറ്റ് ഓർഡർ യൂസ് ചെയ്യാം. മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ബൈ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് എത്രയാണോ അത്രയും രൂപക്കായിരിക്കും നമ്മുടെ ബൈ നടക്കുന്നത്. എന്നാൽ ഇവിടെ ലിമിറ്റ് ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 233 രൂപക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ONGCയുടെ സ്റ്റോക്ക് ഞാൻ ബൈ ചെയ്യാനായിട്ട് പോകുന്നത് 230 രൂപക്കാണ്. അപ്പം ഞാനിവിടെ 230 പ്രൈസിൽ 230 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ദെൻ ഓക്കെ കൊടുത്തു. ഓക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? എൻ്റെ ഓർഡർ പ്ലേസ്ഡ് ആയി. ഞാനിവിടെ ഓർഡേഴ്സിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും 230 രൂപക്കാണ് ഞാൻ ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം എന്താ? 233 രൂപ 60 പൈസക്ക് ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്ക് ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസിൽ എനിക്ക് ബൈ ചെയ്യാൻ താല്പര്യമില്ല. അതിൻ്റെ വില കുറഞ്ഞ് 230 എത്തുന്ന സമയത്താണ് ഞാൻ ബൈ ചെയ്യേണ്ടത്. അങ്ങനെ കുറച്ച് ബെറ്റർ പ്രൈസിൽ നമുക്ക് കുറച്ച് ഫേവർ ആയിട്ടുള്ള ഒരു ഓർഡർ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലിമിറ്റ് ഓർഡർ യൂസ് ചെയ്യുന്നത്. നമ്മളിവിടെ സെറോദയുടെ ചാർട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഓർഡർ ഇവിടെ കാണാനായിട്ട് പറ്റും. ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടോ? 233 രൂപക്കാണ് കറന്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വില കുറഞ്ഞ് 230 എത്തുന്ന സമയത്ത് മാത്രമേ നമുക്ക് ബൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, സാധാരണ നമ്മൾ ലിമിറ്റ് ഓർഡർ യൂസ് ചെയ്യുന്നത് കുറഞ്ഞ പ്രൈസിൽ, മാർക്കറ്റ് പ്രൈസിനേക്കാൾ കുറഞ്ഞ പ്രൈസിൽ ബൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ടാർഗറ്റ് ഓർഡർ വെക്കാൻ വേണ്ടിയിട്ടും ലിമിറ്റ് ഓർഡർ യൂസ് ചെയ്യും. അതെങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതിനു മുമ്പ് ലിമിറ്റ് ഓർഡർ നമുക്കൊരു സെല്ലിൻ്റെ കേസിൽ എങ്ങനെയാണ് വർക്ക് ആവുന്നത് എന്നുള്ള കാര്യം നോക്കാം. ഞാനിപ്പോൾ ഓർഡേഴ്സിൽ വന്നിട്ട് ഇവിടെ പ്ലേസ് ചെയ്ത ഓർഡർ ക്യാൻസൽ ചെയ്യാനായിട്ട് പോകുന്നു. ദെൻ ക്യാൻസൽ ചെയ്യുന്നു. അഗൈൻ ONGCയിൽ ഞാൻ പുതിയൊരു ഓർഡർ പ്ലേസ് ചെയ്യാൻ പോവുകയാണ്. ബട്ട് ഇവിടെ ഞാൻ ബൈ അല്ല ചെയ്യുന്നത്, മറിച്ച് സെൽ ഓർഡറാണ് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ സെല്ല് പ്ലേസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ലിമിറ്റ് ഓർഡർ വർക്ക് ആവുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഞാനിവിടെ സെല്ലാണ് പ്ലേസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, മാർക്കറ്റ് ചൂസ് ചെയ്യുകയാണെങ്കിൽ കറന്റ് മാർക്കറ്റ് പ്രൈസിൽ എനിക്ക് ONGCയുടെ ഒരു സ്റ്റോക്ക് സെല്ല് ചെയ്യാം. അത് ഇൻട്രാഡേയിൽ സെല്ല് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ലോങ് ടേം ഹോൾഡിങ്സ് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ അത് സെല്ല് ചെയ്യാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ലോങ് ടേംസിൽ സ്റ്റോക്ക് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇൻട്രാഡേയിൽ സെല്ല് ചെയ്യാനായിട്ട് പോവാണ്. ഒരു ക്വാണ്ടിറ്റി ഞാനിത് അവിടെ സെല്ല് ചെയ്യുന്നു. മാർക്കറ്റ് പ്രൈസ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസിൽ സെല്ലാവും. എന്നാൽ ഞാനിവിടെ ലിമിറ്റ് ഓർഡർ ചൂസ് ചെയ്യുകയാണെങ്കിലോ, ലിമിറ്റ് ഓർഡർ ചൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫേവർ ആയിട്ടൊരു ഓർഡർ പ്ലേസ് ചെയ്യാനാണ് ലിമിറ്റ് ഓർഡർ യൂസ് ചെയ്യുക എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ സെല്ലറാണ്. അപ്പോൾ എപ്പോഴാണ് നമുക്ക് ഫേവർ ആവുക? കുറച്ചും കൂടെ ഹയർ പ്രൈസിൽ നമുക്ക് സെല്ല് ചെയ്യാനായിട്ട് പറ്റണം. ഇപ്പോൾ 233 രൂപക്കാണ് ട്രേഡ് ചെയ്യുന്നത്. എനിക്ക് 233 രൂപക്ക് ട്രേഡ് ചെയ്യണ്ട, എനിക്കൊരു 235 രൂപ എത്തുമ്പോൾ സെല്ല് ചെയ്താൽ മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്യാം. കറൻറ്റ് മാർക്കറ്റ് പ്രൈസിനേക്കാൾ ഒരു ഹയർ പ്രൈസിൽ ഒരു സെൽ ഓർഡർ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ലിമിറ്റ് ഓർഡർ യൂസ് ചെയ്യും. ഇനി ഞാനിതാ ഇവിടെ സെല്ല് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഓർഡർ ഇവിടെ പ്ലേസ്ഡ് ആയി. ഓർഡർ എക്സിക്യൂട്ട് ആയിട്ടില്ല. ഓർഡേഴ്സിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും ഞാനിവിടെ സെൽ ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ബട്ട് അത് 233 രൂപക്കാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ആ പ്രൈസിൽ ഒന്നും സെല്ല് ചെയ്യേണ്ട, മറിച്ച് 235 രൂപയിലെത്തുമ്പോൾ, മാർക്കറ്റ് പ്രൈസിനേക്കാൾ ഒരു ഹയർ പ്രൈസിലെത്തുമ്പോൾ സെല്ല് ചെയ്താൽ മതി. നമുക്കിവിടെ ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സെൽ ഓർഡർ എവിടെ കിടക്കുന്നു എന്നുള്ള കാര്യം നമുക്കിവിടെ കാണാനായിട്ട് പറ്റും.
ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ, മാർക്കറ്റ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 233 രൂപ 60 പൈസയിലാണ്. അതിൻ്റെ വില കൂടിക്കൂടി 235 രൂപയിലെത്തുമ്പോൾ നമുക്ക് ഇവിടെ ഓർഡർ സെല്ല് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആൾറെഡി നമ്മളൊരു ബൈ പൊസിഷൻ ഹോൾഡ് ചെയ്യുന്ന ആളുകളാണെങ്കിലോ, ആൾറെഡി നമ്മളൊരു ബൈ പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആൾറെഡി നമ്മൾ ഇവിടെ വെച്ചിട്ട് ബൈ ചെയ്ത 233 അല്ലെങ്കിൽ 232 ഒക്കെ ബൈ ചെയ്ത സ്റ്റോക്കിന് ഒരു ടാർഗറ്റ് ഓർഡർ ഇട്ട് വെക്കാൻ നമുക്ക് ഇതുപോലെ ലിമിറ്റ് ഓർഡർ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഷോർട്ട് ചെയ്ത പൊസിഷന്, ഇപ്പോൾ നമ്മളൊരു ഹയർ പൊസിഷനിൽ ഷോർട്ട് ചെയ്തിട്ടുണ്ട്, ഇവിടെ 238 നമ്മൾ ഷോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഷോർട്ട് സെൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ മാർക്കറ്റ് താഴേക്ക് വരുമ്പോൾ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ആവണം. അങ്ങനെ ഒരു ടാർഗറ്റ് ഷോർട്ട് ചെയ്ത പൊസിഷൻ ഒരു ടാർഗറ്റ് ഓർഡർ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ലിമിറ്റ് ഓർഡർ യൂസ് ചെയ്യും. സോ ലിമിറ്റ് ഓർഡറിൻ്റെ അപ്ലിക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളൊരു ഏതെങ്കിലും ഒരു ചെറിയ സ്റ്റോക്ക് എടുത്തിട്ടൊന്ന് ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു പ്ലാൻ ലിസ്റ്റിൽ നമുക്ക് മറ്റു ഓർഡർ ടൈപ്പുകളൊക്കെ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.